റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കുവൈറ്റിൽ വീട്ടുജോലിയുടെ പേരിൽ തട്ടിപ്പ്. നരക ജീവിതം തുറന്നു പറഞ്ഞ് ഇടുക്കി ബാലൻപിള്ള സ്വദേശി ജാസ്മിൻ വി. വീട്ടുജോലിക്ക് പോയ തന്നെ പട്ടിണിക്കിട്ട് 24 മണിക്കൂറും പണിയെടുപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും ജാസ്മിൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദുരിതം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഏജൻസി അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. കേൾക്കാം. ഈ മൺസൂൺ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ കൊണ്ടുപോയത്. ക്ലീനിങ്ങിനാന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭക്ഷണമില്ല, ഉറക്കമില്ല. നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് പറ്റത്തില്ലാതായി. ഞാൻ ഇവരോട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെ വിളിച്ചിട്ട് പിന്നെ ഇവർ ഫോൺ എടുക്കുന്നില്ല. ഇവളാണ് എന്നെ കൂടുതൽ രക്ഷിച്ചത്. എനിക്ക് ലിഷ എന്ന് പറയുന്ന ആളാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ രക്ഷിച്ച് ഇത്രയും ഇതിലാക്കി എംബസി വഴി ഞാൻ ഇവിടെ എത്തിയത്. സഹിക്കാൻ മേലാത്തതിൽ അപ്പുറം സഹിച്ചു. അങ്ങനെ സഹിച്ച് വിശപ്പും ദാഹവും ഇല്ലാതെ ഊണും ഉറക്കം ഒന്നും ഇല്ലാതാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തിയത്. അത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. ഇന്ന് വീട്ടില് ഭക്ഷണമില്ല, വെള്ളമില്ല. കുടിക്കാൻ വെള്ളം, പച്ചവെള്ളം ചോദിച്ചപ്പോൾ ക്ലോസറ്റിൽ കൊണ്ട് തല മുക്കിക്കൊണ്ട് കുടിപ്പിച്ചെന്ന് പറഞ്ഞു. മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അനുകൂലമായിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല. ഈ കംപ്ലൈന്റ് സുരേഷ് ഗോപി സാറിന്റെ കയ്യിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ സെക്കൻഡിൽ സാറ് കുവൈറ്റില് അംബാസഡറെ വിളിച്ചു, ഇന്ത്യൻ അംബാസഡറെ വിളിച്ചു. സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ജാസ്മിൻ എന്ന ആളുടെ ഫോൺ നമ്പറും പാസ്പോർട്ടിന്റെ നമ്പറും കൂടെ കിട്ടുവാൻ സാധ്യതയുണ്ടെങ്കിൽ എങ്ങനെയും സാറിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്റെ പെങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളുടെ രണ്ടുപേരെയും കണ്ടേക്കുന്നത്. ആ ജീവൻ അവിടെ നശിച്ചു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കല. ഞാൻ ആ പുള്ളിക്കാരെ തിരിച്ചു കൊണ്ട് തരുമെന്ന് പറഞ്ഞു. സാറ് വാക്ക് പാലിച്ചു. എന്നാന്ന് വെച്ചാൽ സാറിനോടുള്ള നന്ദി പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. കണ്ണൂർ സ്വദേശിയായ മൺസൂൺ ആണ് ഏജന്റ് എന്നാണ് അറിയുന്നത്. ഇപ്പോഴും തടങ്കലിൽ കഴിയുന്ന കൊല്ലം സ്വദേശി സുമയെ കൊണ്ട് 8 ദിവസം കക്കൂസിലെ വെള്ളം കുടിപ്പിച്ചെന്നും കേൾക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ചെയ്യാൻ എന്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള മനുഷ്യരായിരിക്കണം അല്ലേ? കണ്ണൂർ സ്വദേശിയായ മൺസൂണാണ് ഈ ജോലിക്ക് അവിടെ ഏർപ്പാടാക്കിയ ഏജന്റ് എന്നാണ് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത്. നമുക്കിപ്പം രാഹുലുണ്ട്. രാഹുൽ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കുവൈറ്റിലേക്കൊക്കെ ജോലി കിട്ടിപ്പോകുമ്പോൾ വലിയ സന്തോഷത്തോടെ പോയവരാണ്. അവിടെ ഇപ്പോൾ ഈ സുമയുടെ കാര്യം പറഞ്ഞ 8 ദിവസം ക്ലോസറ്റിലെ വെള്ളമൊക്കെ കുടിപ്പിക്കുക. എന്താണ് ഇവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കാര്യം രാഹുൽ? ഡോക്ടർ അരുൺകുമാർ, നമ്മുടെ അമ്മമാരും പെങ്ങന്മാരൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് വിദേശത്ത് ഓരോ ജോലിക്കും വേണ്ടി പോകുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ആ ദുരിതം എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നത്. ഇവരൊക്കെ ഈ വലയിൽ പെടാൻ കാരണം ചെറിയ പൈസ മതി ചെലവ്. പക്ഷേ അവിടെ ഏതാണ്ട് 30,000 രൂപ മുതൽ 40,000 രൂപ വരെ മാസം ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ഈ ജോലിയുടെ രൂപവും ഭാവവും ഒക്കെ മാറുന്നതായി തിരിച്ചറിയുന്നത്. ഇപ്പോൾ ജാസ്മിൻ പറയുന്ന അനുസരിച്ച് തന്നെ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരുന്നു. ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. അത് കൂടാതെയാണ് ആ വീട്ടിലുള്ള ആളുകളുടെ മർദ്ദനവും. അതായത് ജാസ്മിന്റെ ശരീരത്തൊക്കെ പാടുകൾ വരെയുണ്ട് അവർ മർദ്ദിച്ചത്. അങ്ങനെ കുറേയധികം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈ ഏജൻസി അറിയിച്ചിട്ടും തിരികെ വരാൻ ഒരു നടപടി സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വീട് മാറി നൽകാൻ പോലും അവർ ഇടപെടുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള സുമയുടെ കാര്യമാണ്. സുമ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ജാസ്മിൻ പറയുന്നതനുസരിച്ച് സുമ പറഞ്ഞു എന്ന് പറയുന്നത് 8 ദിവസം വെള്ളം ചോദിച്ചപ്പോൾ 8 ദിവസം കക്കൂസിലെ വെള്ളം കുടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ ദുരിതം സഹിച്ച് ഇപ്പോഴും കൊല്ലം സ്വദേശിയായിട്ടുള്ള സുമ കുവൈറ്റിൽ തുടരുകയാണ്. ഈ ജാസ്മിനെ രക്ഷിക്കാൻ കാരണം നെടുങ്കണ്ടം സ്വദേശിയായിട്ടുള്ള ലിഷയാണ്. ലിഷയും വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ജാസ്മിൻ ഫോണിലൂടെ ലിഷയോട് വിളിച്ചു പറയുകയാണ്, നീ ഒരിക്കലും വിദേശത്തേക്ക് വരരുത്, ഞാൻ അനുഭവിക്കുന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെയാണ്, എന്നെ എങ്ങനെയും നാട്ടിലേക്ക് എത്തിക്കണമെന്ന കാര്യം കൂടി പറയുന്നു. ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ മുഖേന പരാതി നൽകിയിട്ടും ഒരു നടപടി ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി ഇടപെട്ടാണ് ജാസ്മിനെ നാട്ടിൽ തിരികെ എത്തിച്ചതെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി ചെയ്തത് ഒരാൾ പോലും ഒരു കുടുംബത്തിന്റെ, ജാസ്മിൻ എന്ന് പറയുന്ന ഒരു യുവതിയുടെ ഒക്കെ ജീവൻ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണൂർ സ്വദേശിയായ മൺസൂൺ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, മൺസൂൺ ഈ കച്ചവടം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതേപോലുള്ള മനുഷ്യരെ വിദേശത്ത് കൊണ്ടുപോയി ഇതേപോലെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക? കണ്ണൂർ സ്വദേശിയായ മൺസൂൺ. ഇപ്പോഴും തടങ്കലിൽ ഒരു പെൺകുട്ടി കഴിയുന്നുണ്ട്, സുമ. 8 ദിവസം കൊണ്ട് കക്കൂസിലെ വെള്ളം കുടിപ്പിച്ചു എന്നാണ് ഈ ജാസ്മിൻ തന്നെ പറയുന്നത്. അങ്ങനെ വിദേശത്ത് പോകുന്നതിന് പേരിൽ പറ്റിക്കപ്പെടുന്ന ഒരുപാട് പേരുടെ കഥകൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മൺസൂണിനെ പോലെയുള്ള ഏജന്റുമാരുടെ ഒന്നും കയ്യിൽ പോയി കുടുങ്ങാതിരിക്കുക.